ഇങ്ങോട്ടമ്മ ഇറങ്ങാം. അമ്മ എന്തോ അങ്ങോട്ട് പോകുന്നത് എന്തിനാ? ഇങ്ങോട്ടല്ലേ ഇറങ്ങേണ്ടത്? ഇവിടെ 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 അങ്ങനെ ഒത്തിരി പേര് കഥയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കഥയൊന്നും പെണ്ണുങ്ങളെ കുറിച്ച് ഉണ്ടാക്കണ്ട. കുറേ പേരുണ്ട് കഥ ഉണ്ടാക്കണം. അങ്ങനെ കഥയൊന്നും ഞങ്ങളെ ഉണ്ടാക്കണ്ട. ഞങ്ങളെ കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കിയ വിവരം അറിയും. അങ്ങനത്തെ കഥയൊന്നും ഞങ്ങളുടെ വേണ്ട. കുറെ അമ്മമാരുണ്ട് ഇങ്ങനെ ഓല വെട്ടിയിൽ കുറേയൊക്കെ ഞാൻ എന്നെ കുറിച്ച് കഥ ഉണ്ടാക്കുക. കഥയൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. ഒരാനും കുറേ ഉണ്ട്. കുറേ എന്തോ ക്യാമറ എഡിറ്റിങ്ങും ഒക്കെ നടക്കണം. ഇത് നടക്കത്തില്ല. ഇവിടെ ഒന്നും നടത്തണ്ട. ഇതൊന്നും കുറേ വണ്ടി എവിടെ കിടന്നത്? നിങ്ങളുടെ ആദ്യം കിടക്കണേന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്ന അവിടെ ഇവിടെ. ഞങ്ങൾക്ക് ഓട്ടോക്കാരുടെ കൂടെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. സാധേ പണിക്കാരെ മോക്ക് എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിൽ വന്ന് മുന്നിൽ വന്ന് യൂ ടേൺ എടുക്കുക കുറേ അമ്മമാർ ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്യാമറയിലുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ യൂ ടേൺ എടുക്കാൻ വരാൻ ആണുങ്ങൾക്ക്. ഇവിടെ വരെ പോയാൽ മതി. അഡ്ജസ്റ്റ് ചെയ്തിരി. അല്ലല്ല വേറെടുത്തുണ്ട്. ഏതോ വണ്ടി വിളിക്കുന്നു. ഓട്ടോ കിടക്കുന്ന അനുസരിച്ച് വിളിക്കുന്നു. അല്ല എന്തുവാ വേറെയാണെന്നൊക്കെ അറിയേണ്ട കാര്യം നമുക്ക്. ഓട്ടോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്നവരെ വിളിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ വീട്ടിൽ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ നടക്കുക. അപ്പുറത്തും ഇപ്പുറത്തും കുറേ അവന്മാർ. പണിയും വേലയൊന്നും ഇല്ല. അതൊന്നും ഇങ്ങോട്ട് വേണ്ട. സാധേ പണിക്കാരുടെ മോക്ക് ഓട്ടോക്കാരനെയും ഒന്നും കൂടെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നടന്നിട്ടുമില്ല. അവന്മാർക്ക് രോഗം കൊണ്ടത്. ആ രോഗമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഏതവനായാലും ശരി ഏതവനായാലും ശരി. എന്താ മിണ്ടായിരിക്കാന്? എന്നെക്കുറിച്ച് അങ്ങനെ കഥയൊന്നും ഉണ്ടാക്കണ്ട. കുറേ അവന്മാരുണ്ട് ഇങ്ങനെ ഓലകെട്ടിയിൽ തൊഴിലും വേലയില്ലാതെ നടക്കുന്ന കുറേ ക്രിമിനലുകൾ. കുറേ എണ്ണം ഇവിടെ ഭയങ്കര നാടകമുണ്ട്. ആ നാടകമൊന്നും നമ്മളൊക്കെ വേണ്ട. അത്രേ പറഞ്ഞുള്ളൂ. റീച്ച് മൈ ഹോം.